ദേശീയപാത 183-ൽ വാഹന കാൽനട യാത്രക്കാർക്ക് അപകട ഭീഷണി സൃഷ്ടിച്ച് വൻ കാറ്റാടി മരം. ദേശീയപാതയിൽ കുട്ടിക്കാനം അയ്യച്ചാടി കോളേജിന് സമീപത്താണ് പാതയോരത്ത് ഉണങ്ങിയ കാറ്റാടി മരം അപകട ഭീഷണി സൃഷ്ടിക്കുന്നത്. മരത്തിന്റെ ചുവട് ഭാഗം ഉൾപ്പെടെ മണ്ണിളകി ദ്രവിച്ച് ഈ നിമിഷവും നിലംപതിക്കാവുന്ന സാഹചര്യത്തിലാണ് നിലകൊള്ളുന്നത്. ദേശീയപാത 183-ൽ കുട്ടിക്കാനം അയ്യച്ചാടി കോളേജിന് സമീപത്താണ് റോഡരികിൽ വൻ കാറ്റാടിമരം ഏതു നിമിഷവും നിലംപതിക്കാവുന്ന സാഹചര്യത്തിൽ നിലകൊള്ളുന്നത്. ഈ മരം ഉണങ്ങി ചുവട് ഭാഗം ഉൾപ്പെടെ ദ്രവിച്ചും ചുവട്ടിലെ മണ്ണുകൾ ഇളകിയും ഏതു നിമിഷവും നിലംപതിക്കുന്ന സാഹചര്യത്തിലാണ് നിലകൊള്ളുന്നത്. വലിയ മരമാകിയാൽ വാഹനങ്ങൾ കടന്നുപോകുന്ന സമയത്ത് റോഡിലേക്ക് വീണാൽ വലിയ അപകടമാകും ഉണ്ടാകുക. കുട്ടിക്കാനം അയ്യച്ചാടി കോളേജിന് താഴ്വശത്തായിട്ട് നിൽക്കുന്ന മൂന്നാലഞ്ച് ഉണങ്ങിയ മരം റോഡിലേക്ക് മറിഞ്ഞു വീണാൽ ആൾക്കാരുടെ ജീവനും വാഹനത്തിന് നഷ്ടം വരും. മറുഭാഗത്തേക്ക് വീണാൽ ഇലക്ട്രിസിറ്റി ബോർഡിന് ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ ഉണ്ടാകും. ഇത് വെട്ടിമാറ്റാനോ ഇത് കാലാകാലങ്ങളായി നിന്ന് ഉണങ്ങി ദ്രവിച്ചു നിൽക്കുന്ന മരങ്ങളാണ്. ഇത് വെട്ടിമാറ്റാൻ ആരും ഇതുവരെ മുൻകൈ എടുക്കുന്നുമില്ല. NHO മറ്റുള്ള അധികാരികളാരും ഇത് വെട്ടിമാറ്റാനുള്ള ആൾക്കാരുടെ ജീവൻ അപകടത്തിലായാൽ തീർച്ചയായിട്ടും ഇവർ തന്നെ ആയിരിക്കും ഉത്തരവാദി. NH ആയിരിക്കും, NHന്റെ അധികാരികളായിരിക്കും ഇതിന്റെ ഉത്തരവാദി. വാഹനത്തിനോ മനുഷ്യജീവനോ സംഭവിച്ചാൽ ഈ കഴിഞ്ഞ ദിവസം ചെമ്മണ്ണിലുണ്ടായ അപകടം ഇങ്ങനെ ഉണ്ടാകുക മനുഷ്യജീവൻ എടുത്താണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് വെട്ടിമാറ്റാനുള്ള അവസരം. ദേശീയപാത ആയതിനാൽ രാത്രിയിലും പകലുമായി നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. കൂടാതെ ഈ മരം നിലകൊള്ളുന്ന ഈ ഭാഗത്ത് വാഹനങ്ങൾ നിർത്തി ആളുകൾ വിശ്രമിക്കുന്നതുമാണ്. കനത്ത മൂടൽമഞ്ഞ് ഇറങ്ങുന്ന ഒരു മേഖല കൂടി ആയതിനാൽ മരത്തിന്റെ അപകട ഭീഷണി ഇതുവഴി കടന്നു പോകുന്ന ആളുകൾക്ക് ദൃശ്യമാകത്തുമില്ല. ദേശീയപാത അധികൃതരുടെ നേതൃത്വത്തിൽ ഈ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരം മുറിച്ചു മാറ്റുവാൻ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ് പീരിമേട്.